ഇപ്പം എല്ലാവർക്കും മയോണൈസ് കഴിക്കുമ്പോൾ ഒരു പേടിയല്ലേ. മുട്ടയും വെജിറ്റബിൾ ഓയിലും ഒക്കെ വെച്ചിട്ടുണ്ടാക്കണം മയോണൈസ്. നമുക്ക് പേടിക്കാണ്ട് ഒരു മയോണൈസ് ഉണ്ടാക്കിയാലോ, വെജ് മയോണൈസ് കഴിക്കാൻ, ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ. ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. ഇതൊരു 1/2 ലിറ്റർ പാല്, പശുവിൻ പാലെടുത്തിട്ട് ഞാൻ തള വരുന്നതോടുകൂടി കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് പിരിക്കുക. നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കണ പോലെ പിരിക്കില്ല. അപ്പോൾ ഈ തള വരുന്നതോടുകൂടി നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാം. കുറേശ്ശെ നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ അത് പിരിയും. ഇതേപോലെ ആയിട്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു അരിപ്പയിൽ വെച്ച് ഊറ്റിയെടുക്കാം. സ്പൂണൊന്നും വെച്ച് അമർത്തിയിട്ട് ഇതിലത്തെ വെള്ളം കളയണ്ട. നമുക്കിത് മിക്സിയിൽ അടിക്കാനുള്ളതാണ്. അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഇത്തിരി വെള്ളം വേണം, അല്ലെങ്കിൽ നമ്മൾ വേറെ വെള്ളം ഒഴിക്കേണ്ടി വരും. 2 വെളുത്തുള്ളി അല്ലിയും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ടുണ്ട്. മേടിക്കുന്ന മയോണൈസ് ഒരു തിളക്കൊക്കെ ഉള്ളതായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പീസ് ബട്ടർ ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതേ മയോണൈസൊക്കെ ഞാൻ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പേടിക്കാതെ ബ്രെഡിലും ചപ്പാത്തിയിലും ഒക്കെ വെച്ച് കഴിക്കാം. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റുള്ള വെജ് മയോണൈസ് ധൈര്യമായിട്ട് എല്ലാവരും കഴിച്ചോളൂ കേട്ടോ.